നിങ്ങൾ ആരെങ്കിലും ആനകൾ പ്രണയിക്കണത് കണ്ടിട്ടുണ്ടോ? പ്രസവിക്കാറായി നിൽക്കുന്ന ഒരു കാട്ടുപട്ടിയാണ് കേട്ടോ ഇത്. ഒരുപക്ഷെ കബനിയിലത്തെ ഏറ്റവും അവസാനത്തെ വ്ളോഗായിരിക്കും ഇത്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കബനിയിലാണ്. ഇപ്രാവശ്യത്തെ കബനി യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ സഫാരിക്ക് ശേഷം അവിടുത്തെ സഫാരികളെല്ലാം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതുവരെ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കബനിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇത് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ കബനി സഫാരി എല്ലാം എത്രയും പെട്ടെന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. നവംബർ ആദ്യ വാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ. കോടയിൽ പൊതിഞ്ഞു നിൽക്കുന്ന കാട്ടുപോത്തുകളെയാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഇവരെ മലയാളത്തിൽ കാട്ടുപോത്തെന്നാണ് പൊതുവെ വിളിക്കാറ്. എന്നാൽ കന്നഡയിൽ ഇവര് കാട്ടി എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ സഫാരി എല്ലാം നിർത്തിവെച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയുണ്ടായിരിക്കില്ലേ. ഞങ്ങൾ ഈ സഫാരി എടുക്കുന്നതിൻ്റെ തലേന്ന് ഗ്രാമവാസികളായ 2 ആൾക്കാരെ ഒരു കടുവ കൊന്നിരുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി പ്രതിഷേധിച്ചു. ഇതിന്റെ ഒരു പ്രാരംഭ നടപടിയായിട്ട് ഇവിടുത്തെ സഫാരി എല്ലാം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാന്നുള്ള ഒരു പദ്ധതിയിലായിരുന്നു ഗവൺമെന്റ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സഫാരി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ഗ്രാമത്തിലുള്ള ഒരാളെ വീണ്ടും കടുവ കൊല്ലുന്നത്. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ബന്ദിപ്പൂരിലും നാഗർഹോളിലും ഉണ്ടായിരുന്ന എല്ലാ സ്റ്റേ പ്രോഗ്രാമുകളും സഫാരികളും ഗവൺമെന്റ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. ഇപ്രാവശ്യത്തെ വീഡിയോ എന്തായാലും ആനപ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഇഷ്ടംപോലെ ആനകളെ നമ്മൾ ഈ സഫാരികളിൽ കണ്ടിരുന്നു. മാത്രമല്ല ആനകളുടെ കുറച്ച് വ്യത്യസ്തമായ പെരുമാറ്റ രീതികളൊക്കെ നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടാ. ആനക്കുട്ടികളുള്ള കൂട്ടങ്ങൾ പൊതുവെ കുറച്ച് ഡേഞ്ചറാന്ന് പറയാറുണ്ട്. നമ്മൾ അവരെ അടുത്ത് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ ഓടിപ്പിക്കാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. മിക്ക വൈൽഡ് ലൈഫ് വീഡിയോകളിലും തന്നെ ഇതൊരു തിയറി പോലെ ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കേസാണ് കേട്ടോ. ഭാഗ്യത്തിന് അതൊരു മോക്ക് ചാർജ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ജീപ്പിലുള്ളവരുടെ പണിക്കൂട്ട് തീർന്നാനേട്ടോ. ഇവിടെയുള്ള ഡ്രൈവർമാർക്കൊക്കെ മോക്ക് ചാർജ് ഏതാണ് റിയൽ ചാർജ് ഏതാണെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാണ്ടോ. എന്നാൽ ഫോറസ്റ്റ് റൂട്ടിലൂടെയൊക്കെ സ്വന്തം വണ്ടിയിൽ പോണ സമയത്ത് ഇതേപോലെ ആനക്കൂട്ടങ്ങളുടെ തൊട്ടടുത്തൊക്കെ ആയിട്ട് വണ്ടി നിർത്തണത് ഒട്ടും സേഫ് അല്ല കേട്ടോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മോക്ക് ചാർജ് ആണോ റിയൽ ചാർജ് ആണോ എന്നൊന്നും അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ആന മോക്ക് ചാർജ് ചെയ്യുമ്പോൾ തുമ്പിക്കൈ പൊക്കി പിടിക്കാറും ചെവി വിടർത്തി പിടിക്കാറും അതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. സംഭവം ഇത് ശരിയൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ കാട്ടിപ്പോണ സമയത്തും നമുക്കും 2-3 പ്രാവശ്യം മോക്ക് ചാർജ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആന ഇതേപോലത്തെ സിംറ്റംസ് ആണ് കാണിച്ചിരുന്നത്. കബനിയാണോ ബന്ദിപ്പൂരാണോ എനിക്ക് ഇഷ്ടപ്പെട്ട കാടെന്ന് ചോദിച്ചാൽ ഞാൻ കബനിയാണെന്നാ പറയുള്ളൂ. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല കാടിൻ്റെ ടെറയും വെച്ച് നോക്കുകയാണെങ്കിലും കബനി തന്നെയാണ് ഭംഗി കൂടുതൽ. മഴക്കാലത്തൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഈ കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. അങ്ങനെ മോർണിംഗ് സഫാരിയുടെ സമയമല്ല ഏകദേശം തീരാറായി. എന്നിട്ട് നമ്മൾ എക്സിറ്റ് ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഈ കാട്ടുപട്ടികൾക്കൊന്നും സഫാരി വണ്ടികളെ ഒട്ടും പേടിയുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇവർ വണ്ടികളുടെ തൊട്ടടുത്ത് കൂടെയൊക്കെ നടന്നു പോകും. കടുവ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിലെ എപ്പെക്സ് പ്രൊഡൈറ്റേഴ്സ് ഈ കാട്ടുപട്ടികളാണ്. നേരത്തെ കണ്ടത് ഒരു മെയിലായിരുന്നു, ഇതൊരു ഫീമെയിലാണ്. പോരെ തന്നെ പ്രഗ്നന്റുമാണ്. ആദ്യമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ പ്രഗ്നന്റ് ആയ ഒരു കാട്ടുപട്ടീനെ കാണുന്നത്. ഈ മൃഗങ്ങളിൽ തന്നെ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഒട്ടും ഉണ്ടാക്കാത്ത ജീവികളാണ് ഈ കാട്ടുപട്ടികൾ. ഇവർ ഭയങ്കര റയറായിട്ട് മാത്രമാണ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സിലേക്കൊക്കെ ഇറങ്ങാറുള്ളൂ. ഇനിയിപ്പോൾ ഇറങ്ങിയാൽ തന്നെ മനുഷ്യരൊന്നും ഇവരങ്ങനെ ആക്രമിക്കാറുമില്ല. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ ഞാനും ബാംഗ്ലൂരിൽ നിന്നുള്ള എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും ഈ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ ചുമ്മാ ഒന്ന് വണ്ടി ഓടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ്. കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ഇതേപോലത്തെ കാളനെ കൊണ്ടൊക്കെയാണ് കേട്ടോ നിലമൊഴിക്കുന്നത്. ഈ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ഒരു ലേക്കിലായിട്ടാണ് നമ്മൾ ഈ മുങ്ങാങ്കോഴീനെ കണ്ടത്. ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെയായിട്ട് കുറച്ച് എണ്ണപ്പന തോട്ടങ്ങൾ കണ്ടു നമ്മൾ. എന്നാൽ അതിരപ്പള്ളിയിലൊക്കെ ഉള്ള പോലെ എണ്ണപ്പന തിന്നാനായിട്ട് ആനകൾ ഇങ്ങോട്ട് വരില്ല കേട്ടോ. കാരണം ഈ ഫോറസ്റ്റിന് ചുറ്റും ട്രഞ്ചും ഫെൻസിങ്ങും എല്ലാം ഉണ്ട്. ഇതാണ് താരക ഡാം. കബനിയിലെ സോൺ ഏയിലാണ് കേട്ടോ ഈ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ഉള്ളത്. അങ്ങനെ ഉച്ചഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം
നമ്മൾ ഈവനിങ് സഫാരിക്കായിട്ട് വീണ്ടും സഫാരി സെന്ററിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആനകളൊന്നും ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. അതിനുള്ളൊരു പ്രധാന കാരണമാണ് കേട്ടോ ഈ മതില്. ഈ റോഡിന്റെ പേര് EPT റോഡ് എന്നാണ്. എലിഫന്റ് പ്രൊട്ടക്ഷൻ ട്രെഞ്ച് എന്ന് പറഞ്ഞിട്ടോ ഇതിന്റെ ഫുൾ ഫോം. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ കുറെ കാട്ടുകോഴികളെ കണ്ടിരുന്നു. എന്നാൽ ഇവരൊക്കെ എപ്പോഴും മരത്തിന്റെ തണലിൽ നിൽക്കണ കാരണം തന്നെ അത്ര നല്ല വിഷ്വൽസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം കാട് ഭയങ്കര ശാന്തമായിരുന്നു. ഒരൊറ്റ വാണിംഗ് കോള് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കടുവേനെയും പുലിനെയൊന്നും കാണാൻ പറ്റുന്ന നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിഗ് കാറ്റ്സിനെ തേടിപ്പോയി ഞങ്ങൾക്ക് കാട് ഒരുക്കി വെച്ചത് മറ്റു കുറച്ച് കാഴ്ചകളായിരുന്നു. നല്ല നീളമുള്ള കൊമ്പുകളൊക്കെ ഉള്ള ഒരു അടിപൊളി ആന. പക്ഷെ അവൻ എന്തോ കണ്ടിട്ട് പുറകിലേക്ക് നോക്കി നിൽക്കായിരുന്നു. അടിപൊളി. ഈ കൊമ്പം പോണതൊരു പിടിയാനയുടെ അടുത്തേക്കാണ് കേട്ടോ. മിക്കത് ഇതൊരു മെയ്റ്റിങ്ങിനുള്ള ഒരു ശ്രമമായിരിക്കണം. നിറച്ച് മരച്ചില്ലകളും ഇലകളൊക്കെ നിൽക്കണ കാരണം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആനകളുടെ മെയ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. വീഡിയോ അത്യാവശ്യം റീച്ച് ആയിരുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ വന്ന കമന്റ്സ് ഫുള്ള് നെഗറ്റീവായിരുന്നു. അന്ന് മുതലേ എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ആനകളുടെ മെയ്റ്റിങ് ശ്രമം ഒന്ന് വീഡിയോയിൽ പകർത്തണമെന്ന്. ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: ആദ്യം ഫൈറ്റിംഗ്, പിന്നെ ഡേറ്റിംഗ്, പിന്നെ മെയ്റ്റിംഗ്. അതായത് ഒരു കൊമ്പനാനയ്ക്ക് മെയ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പിടിയാനയുടെ ഏരിയയിലുള്ള മറ്റു കൊമ്പനാനകളായിട്ട് ഫൈറ്റ് ചെയ്ത് വിജയിക്കണം. മിക്ക ആനകളും ഈ ഒന്നാമത്തെ സ്റ്റേജ് തന്നെ കിടക്കാറില്ല. കാരണം ഈ പിടിയാനയുടെ ടെറിട്ടറിയിലായിട്ട് നല്ല ശക്തിയുള്ള വേറെ കൊമ്പന്മാരുണ്ടാവും. അങ്ങനെ ഫൈറ്റിൽ വിജയിച്ചു വരുന്ന ആനകൾക്കാണ് പിന്നീട് മെയ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. ആനകൾ മെട്രിയാർക്കാണ് ഫോളോ ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പിടിയാനയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് മെയ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുള്ളൂ. ഇതാണുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റിംഗ്. ഈ ഡേറ്റിംഗ് ആണുണ്ടോ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പുരുഷാധിപത്യമാണല്ലോ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഞാനെന്തായാലും ഈ ആനകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് വരെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും തന്നെ ഇനി എന്ത് സംഭവിക്കുന്നുള്ള ഒരു ത്രില്ലിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ പിടിയാനയ്ക്ക് കൊമ്പനെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പയ്യതെ അത് കൊമ്പന്റെ അടുത്ത് അങ്ങ് നടന്നുപോയി. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് മയിലുകളുടെ ഇടയിൽ നിന്ന് കിട്ടാറുണ്ട്. ആൺമയിൽ പീലി വിരിച്ചാടുന്നതും പെൺമയിൽ അതൊന്നും നോക്കാണ്ട് തിരിച്ചു പോകുന്നതും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ ആനകളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച അത് ഭയങ്കര റയറായിരുന്നു. പിടിയാന മൈൻഡ് ചെയ്തതിലുള്ള വിഷമൊന്നും നമ്മുടെ കൊമ്പനില്ല കേട്ടോ. അവന്റെ കൂളായിട്ടാണ് നടന്നു വരുന്നത്. വൈൽഡ് ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ മനുഷ്യരെക്കാൾ നല്ലത് എന്തുകൊണ്ട് ഈ മൃഗങ്ങളാണെന്നാണ് എനിക്ക് തോന്നാറ്. ഇന്നത്തെ കാലഘട്ടങ്ങളിലും പെൺപിള്ളേർ നോ പറയുകയാണെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു ബേസിക് മെച്യൂരിറ്റി മിക്ക ആൺപിള്ളേരിലും ഉണ്ടാവാറില്ല. എന്നാൽ ഈ കൊമ്പൻ എത്ര മാന്യമായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തിരിക്കുന്നത്. പിടിയാനെ പറഞ്ഞു കാണും, ചേട്ടൻ എന്നേക്കാൾ നല്ല വേറെ പെണ്ണിനെ കിട്ടുന്നു. അത് കേട്ട വഴിക്ക് തന്നെ പയ്യെ നമ്മുടെ കൊമ്പൻ യൂട്ടേൺ അടിച്ച് തിരിച്ചു പോന്നു. ആനകളുടെ ഈ കുട്ടി സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ വീണ്ടും സഫാരി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വീണ്ടും ഒരു ആന. ഇത്തവണ ആന വഴിയിലാണുണ്ടോ നിൽക്കുന്നത്. ആനകൾ ഇങ്ങനെ റോട്ടിലിറങ്ങി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. സംഭവം ഇത് ചെറിയൊരു ആനക്കൂട്ടാണ്. വലതേ സൈഡിലായിട്ട് ഒരു അമ്മയും ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഈ ആന ഇവിടെ നിൽക്കുന്നത്. ഈ ആന ഒരു കാല് പൊക്കി നിൽക്കണത് കണ്ട. ഇതൊക്കെ ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ആണ്. മിക്കതും നമ്മൾ വന്ന കാരണം ഇവനിനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കായിരിക്കും. അമ്മയും കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ വരാതിരുന്നതുകൊണ്ട് തന്നെ പയ്യെ ആന വീണ്ടും ആ കൂട്ടത്തിന്റെ അടുത്തോട്ടങ്ങ് പോയി. ബാംഗ്ലൂരിൽ നിന്ന് കബനിക്ക് 200 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. എന്നാൽ റോഡ് നല്ല അടിപൊളി റോഡായതുകൊണ്ട് തന്നെ 4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. മുമ്പ് ഇവിടെ ഫോറസ്റ്റിന്റെ 3 മണിക്കൂറുള്ള സഫാരി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 മണിക്കൂറുള്ള സഫാരി മാത്രമേ അവൈലബിൾ ഉള്ളൂ. അഥവാ ഇനി 3 മണിക്കൂറുള്ള സഫാരി വേണമെന്നുണ്ടെങ്കിൽ JLRലെ റൂം ബുക്ക് ചെയ്യണം. അതാണെങ്കിൽ ഒടുക്കത്തെ കോസ്റ്റ്ലിയാണ്. ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്യാമറ ചാർജ് തന്നെയാണ് പ്രധാന പ്രശ്നം. 2 മണിക്കൂറിലെ ഈ സഫാരിക്ക് ഏകദേശം 2000 രൂപയോളം നമ്മൾ അടക്കേണ്ടി വരും. ആനയുടെ തൊട്ടടുത്തായിട്ട് ഒരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടായിരുന്നു.
ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ഫൈറ്റ് നടക്കുമെന്നായിരുന്നു നമ്മുടെ ഒരു ഡൗട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കബരി വന്ന സമയത്ത് ഒരു കാട്ടുപോത്ത് പട്ടീനെ പോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പൂരങ്ങളിൽ ആനകൾ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും തോന്നാറില്ല. എന്നാൽ ഈ കാട്ടുകുമ്പന്മാരുടെ കാഴ്ചകൾ ഒടുക്കത്തെ ഫീലാണ് തരുന്നത്. എനിക്ക് തോന്നുന്നു പൂരപ്രേമികൾക്കൊക്കെ ചങ്ങലയിൽ തളച്ച ആനയെ കാണുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇനിയൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് പൂരത്തിന് വരുന്ന ആനകളെ ഇഷ്ടമാണ്, എന്നാൽ കാട്ടുകൊമ്പന്മാരെ ഇഷ്ടമാണ്. ഈ ഒരു ടൈപ്പ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളിതിൽ ഏതൊരു ടൈപ്പ് ആനപ്രേമി എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടാ. വെളിച്ചം നന്നേ കുറഞ്ഞു തുടങ്ങി. സഫാരി തീരാനായിട്ട് ഇനി അരമണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് നമ്മളൊരു അലാങ്കോള് കേട്ടത്. ഈ ഒരു മാൻ മാത്രം ഭയങ്കര അലർട്ടായി നിൽക്കുന്നത് നമ്മൾ കണ്ടു. പൊതുവേ ഈ മാനുകളുടെ അലാങ്കോളൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ലക്കൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഭയങ്കര ഇരുട്ടായി തുടങ്ങി. സഫാരി തീരാനായിട്ട് ഇനി ഒരു 10 മിനിറ്റ് കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്താണ് ഈ ട്രിപ്പിൽ നമ്മുടെ ആദ്യത്തെ ടൈഗർ സൈറ്റിങ് കിട്ടുന്നത്. 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സബ് ടൈഗറാണിത്. ഈ ടൈഗറെ കണ്ടിട്ട് നമ്മൾ വണ്ടി ഒന്ന് അതിൻ്റെ അടുത്തേക്ക് എടുത്തതായിരുന്നു. അപ്പോഴേക്കും അവൻ ബുഷസിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. മിക്കപ്പോഴും ഈ 3 വയസ്സ് പ്രായമുള്ള കടുവകളിലൊക്കെ സൈറ്റിങ് ഇങ്ങനെ തന്നെയായിരിക്കും. അവരങ്ങനെ ഓപ്പൺ ഏരിയയിൽ അധികം വരാറില്ല. ഈ കടുവയൊന്നും അതിൻ്റെ ടെറിട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ ആയിരിക്കും നടക്കുക. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ പുതിയൊരു കാടിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.